ദേവയാനി അടുക്കളയില് കുക്ക് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അങ്ങോട്ടേക്ക് ഏഷണി കൂട്ടാനായിട്ട് ജലജയും അനാമികയും വരുന്നുണ്ട്. ദേവയാനി ആണെങ്കില് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള തിരക്കിലായിരിക്കും. അവിടെ വന്ന് അനാമിക വല്യമ്മയൊന്ന് സോപ്പ് ഇടുന്നുണ്ട്. വല്യമ്മേ, വല്യമ്മ ഏത് നേരെയോ അടുക്കളയിൽ തന്നെയാണല്ലോ, എപ്പോഴും ജോലി തന്നെയാ. വല്യമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? ആ നയന, അവൾ അവിടെ ചുമ്മാ ഇരിക്കുക. അവളെ കൊണ്ട് പണിയൊക്കെ ചെയ്യിച്ചൂടെ? വല്യമ്മ എങ്ങനെ കഷ്ടപ്പെടണോ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മോളെ, അവൾ അവിടെ ഇരുന്നോട്ടെ. ഇനി അവളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവൾ എവിടുന്ന് പോവാനല്ലേ? വേണ്ട, അവളെ കൊണ്ടേ ജോലികളൊന്നും ചെയ്യിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഇനിയിപ്പോ അവളായിട്ട് എന്തെങ്കിലും അടുക്കള കയറി ഉണ്ടാക്കിയാലും അത് ഞാൻ കഴിക്കാനും പോകുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നല്ലേ നല്ലത്. മോളെന്തായാലും വന്നത് നന്നായി. അനാമികേ, ആ ചിക്കൻ ഒന്ന് കഴുകി വെക്ക്. ഇന്ന് ചിക്കൻ കറിയാ. അതെന്താ അനാമികേ, നീ ആദ്യമായിട്ട് കേൾക്കുകയാണോ ചിക്കൻ എന്ന്? അല്ല വല്യമ്മേ, എനിക്ക് ചിക്കനൊന്നും കഴുകിയിട്ട് വലിയ ശീലമില്ല. ഇനിയിപ്പോ അത് കഴുകിയാൽ തന്നെ എനിക്കത് കഴിക്കാനൊന്നും തോന്നില്ല. അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ എനിക്ക് ഓക്കാനം വരുന്നുണ്ട് വല്യമ്മേ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതൊക്കെ ആദ്യം അങ്ങനെയൊക്കെ തന്നെയാ തോന്നുക. പിന്നീടേ അതങ്ങ് ശീലാവും. പണ്ട് എനിക്കും അങ്ങനെ തന്നെ. ചിക്കനോ മീനോ നന്നാക്കിയാ പിന്നെ അത് ഞാൻ കഴിക്കില്ലായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ശീലങ്ങളൊക്കെ അങ്ങ് മാറ്റിയെടുത്തു. അതുപോലെ തന്നെയല്ലേ ഓരോ കാര്യങ്ങളും. നീ കുറച്ചായി പഠിക്കണം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്നും അടുക്കളയിലോട്ട് വരണം, എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു തരാ എന്ന്. അനിയുടെ മനസ്സിലോട്ട് കയറാനുള്ള ഒരു എളുപ്പ വഴിയാ ഇത്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അനിക്ക് കൊടുക്കുക. അവനതൊക്കെ വലിയ ഇഷ്ടാ. എന്തായാലും നല്ലതാണെങ്കിൽ അവൻ അഭിനന്ദിക്കുമെന്ന് ഞാൻ മോൾക്ക് പറഞ്ഞു തന്നതല്ലേ. അപ്പൊ പിന്നെ കുറച്ച് സഹിച്ച് മോൾ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകുക. അതാ അവിടെ ഇരിക്കുന്നു, വേഗം പോയി കഴുകുക. അങ്ങനെ അനാമിക അങ്ങനെ മൂക്കൊക്കെ പൊത്തി ചിക്കൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീടായിട്ട് ജലജ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് അങ്ങ് പോകുന്നതാ നല്ലത്. അവൾക്കോ പണി കിട്ടി, ഞാൻ എൻ്റെ കാര്യം നോക്കി പോട്ടെ എന്നും പറഞ്ഞ് ജലജ പോവാൻ നേരത്ത് ദേവിയാനി വിളിക്കുന്നുണ്ട്. എങ്ങോട്ടാ ജലജ നീ പോകുന്നേ? നീ അവിടെ നിൽക്ക്, നീ ഈ സവോള അരിയേ. ആ ഏട്ടത്തി, ഞാൻ സവോള അറിയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഏട്ടത്തി എന്നെ വിളിച്ചത്. എന്തായാലും ഏട്ടത്തിയെ സഹായിക്കാൻ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിലായിരിക്കും. ചിക്കനൊക്കെ ഇങ്ങനെ കയ്യിലാക്കുമ്പോൾ തന്നെ ഓക്കാനം വരുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും സഹിച്ച് പിടിച്ച് ചിക്കനൊക്കെ കഴുകുകയാണ്. ഇത് കണ്ട അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. ഞാനിപ്പോ ഇത് എന്താ കാണുന്നേ? അനാമിക അടുക്കള കയറി ജോലി ചെയ്യേ? അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ. അവള് വന്നിട്ട് ഇന്നേ വരെ അടുക്കള കയറിയിട്ടില്ല. ഒരു തവണ ചായ ഉണ്ടാക്കി, അതുമാത്രമേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. എന്തായാലും ഇന്നിപ്പോ ചിക്കനൊക്കെ കഴുകുന്നുണ്ടല്ലോ. അല്ല അമ്മായി, ഇന്ന് അനാമികയാണോ ചിക്കൻ കറി ഉണ്ടാക്കുന്നേ? എന്നാ പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വെക്കാം. ദേ നോക്ക് വല്യമ്മേ, അവൾ എന്തൊക്കെയാ പറയുന്നേ നോക്ക്. നവ്യേ, നീ വെറുതെ അവളെ കളിയാക്കണ്ട. അവളും ചിക്കൻ കറിയൊക്കെ വെക്കും. ഇതൊക്കെ ഇങ്ങനെ ചെറുതായി പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ തന്നെയാ കരുതിയത്. ഇന്നിപ്പോ ചിക്കൻ കഴുകി, നാളെ ചിക്കനും കൊണ്ട് കറി ഉണ്ടാക്കി പഠിക്കാം എന്നൊക്കെ ദേവിയാനി പറയുമ്പോ ആകെ കൂടി ദേഷ്യത്തിലായിരിക്കും അനാമിക നിൽക്കുന്നേ. ഇത് കേട്ട് ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ എന്തിനാ ഇക്കാര്യങ്ങളൊക്കെ നോക്കുന്നേ? നീ ഇങ്ങോട്ട് വന്ന് ഇന്ന് അവർ അടുക്കള കയറിയിട്ടില്ലല്ലോ. അടുക്കള കയറി ഒന്നും നീ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വന്ന സമയത്തെ നായന ഉണ്ടായിരുന്നു അടുക്കളയില്. അവൾക്ക് ചെയ്യാവുന്ന ജോലിയെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കാണെങ്കിൽ കുക്കിംഗ് ഒക്കെ വലിയ ഇഷ്ടാ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അടുക്കള കയറിയില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ഈ അനാമികനെ പോലെ തന്നെയാ. ഞാനും അടുക്കള കയറി ഒന്നും ഉണ്ടാക്കി പഠിച്ചിട്ടില്ല. ഇനി ഒന്നെന്ന് തൊട്ട് പഠിക്കണം. എൻ്റെ പ്രസവമൊക്കെ കഴിയട്ടെ, ഞാനും കുക്കിംഗ് എല്ലാം പഠിക്കും എന്ന് നവ്യ പറയുന്നുണ്ട്. എന്നാ ദേവയാനി അതിന് മറുപടിയും പറയുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെ വേണം. എന്ത് കാര്യവും പഠിക്കണം എന്നുള്ള ഒരു തോന്നലുള്ളിലുണ്ടെങ്കിൽ അത് താനെ അങ്ങ് പഠിഞ്ഞോളും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അതെ അതെ, ചിക്കൻ കഴുകളാണല്ലോ പഠിക്കേണ്ട കാര്യം എന്നൊക്കെ അനാമിക ഇങ്ങനെ മനസ്സ് ചിന്തിക്കുക. അല്ല അനാമികെ, നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ നിന്റെ കാര്യം നോക്കിയൊന്ന് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് അനാമിക ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നതായിരിക്കും. അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. മോളെ, ഇന്ന് നിന്നെ കൊണ്ടേ ചിക്കൻ കഴിക്കിച്ചു. നാളെ അടുക്കള ജോലിയും ഈ വീട്ടിലെ ജോലിയും മൊത്തം നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഇപ്പോ പഴയ പോലെയൊന്നുമല്ല. വല്യമ്മയുടെ സ്വഭാവത്തിലെ മാറ്റം മോള് കാണുന്നതല്ലേ. വല്യമ്മ തന്നെ ഈ വീട്ടിലെ ജോലികളെല്ലാം മോളെ കൊണ്ട് ചെയ്യിക്കുന്നാ എനിക്ക് തോന്നുന്നേ. അതിനുള്ള ട്രെയിനിങ്ങാ ഇപ്പൊ ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നേ. നയനയ്ക്ക് എന്തായാലും സുഖമായി. രാജകുമാരിയെ പോലെയല്ലേ ഇപ്പൊ ഇരിക്കുന്നേ. ചുമ്മാ ഇരിക്കുന്നു, പുസ്തകം വായിക്കുന്നു, വരയ്ക്കുന്നു, TV കാണുന്നു, ഫോണിൽ കളിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോ നയനയുടെ ജോലി. വേറെ എവിടെ എന്ത് ജോലിയാ അവളെ കൊണ്ട് ചെയ്യിക്കുന്നേ? അവളെവിടെ സുഖചികിത്സയ്ക്ക് കൊടുന്ന പോലെയാ ഏട്ടത്തി കാട്ടിക്കൂട്ടുന്നേ. എന്തായാലും മോളുടെ കാര്യം പോക്കാ. ഇവിടെ നിന്നാലേ പണിയെടുത്ത് മോളൊരു പരിവാവുമെന്നാ എനിക്ക് തോന്നുന്നേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ വീട്ടിലോട്ട് പോകാൻ തോന്നുന്നുണ്ട്.
മോളെ അങ്ങനെയൊന്നും ചെയ്യരുത്. മോളിപ്പോ മോളുടെ വീട്ടിലോട്ട് പോയാലേ അവര് രണ്ടുപേരും ജയിക്കുക, എന്റെ മരുമകളും ഏട്ടത്തിയുടെ മരുമകളും. അതോർത്തിട്ട് അപ്പച്ചി ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നേ. എങ്ങനെയാണെങ്കിലും ഞാനിവിടെ പിടിച്ചു നിൽക്കും. അങ്ങനെ അവളുമാര് ജയിക്കണ്ട. അതുമാത്രല്ല മോളെ, അനി ഏത് നിമിഷവും ആ നന്ദുവിനെ വിളിച്ച് ഇങ്ങോട്ട് വരും. അതിനുള്ള അവസരമൊന്നും മോളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായല്ലോ? ആ അപ്പച്ചി, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് തന്നെയല്ലേ ഞാനിവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നേ. ഒരവസരം കിട്ടിയാലേ ആ രണ്ടെണ്ണത്തിനെയും ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. അതിന് മോളുടെ കൂട്ടത്തില് ഞാനും ഉണ്ടായിരിക്കും. എല്ലാ സപ്പോർട്ടിനും ഈ അപ്പച്ചി കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് ജലജ പറയുന്നുണ്ട്. പുതിയ പ്ലാനുകളെല്ലാം അനാമികയുടെ മനസ്സിലിങ്ങനെ തെളിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അനാമിക അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നത്. രേവതിക്ക് ഫോൺ ചെയ്തിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമ്മേ, ഇങ്ങനെ പോയാലേ ശരിയാവില്ല. ഇപ്പം എന്താ മോളെ പുതിയ പ്രശ്നം? ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളല്ലേ അമ്മേ. ആ നായനെ കൊണ്ടും നവ്യെ കൊണ്ടും എൻ്റെ തലയ്ക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇതാ വല്യമ്മയെ കൊണ്ടും എനിക്ക് പ്രശ്ന. എന്താ മോളെ, എന്താ വല്യമ്മ നിന്നെ ചെയ്തേ? ഒന്നും പറയണ്ട അമ്മേ. ഇന്ന് അടുക്കളയിലോട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് കരുതി പോയതാ. ആ സമയത്തുണ്ട് എന്നെ കൊണ്ട് ചിക്കൻ കഴുകിക്കുന്നു. ചിക്കനും കഴുകിച്ചോ അവിടെയുള്ള എല്ലാ പാത്രങ്ങളും കഴുകിച്ചിട്ടാ എന്നെ അടുക്കളയിൽ നിന്ന് വിട്ടത്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല അമ്മേ ഇവിടെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യാൻ. അനാമിക സംസാരിക്കുന്നതെല്ലാം നയന കേൾക്കുന്നുണ്ടായിരിക്കും. അമ്മയെക്കുറിച്ച് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നായിരിക്കും നയന ചിന്തിക്കുന്നത്. അമ്മയെക്കുറിച്ച് ഇത്രയും മോശമായി സംസാരിക്കുന്ന അനാമികയെ കാണുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. സംസാരിക്കുന്നതെല്ലാം നയന കേൾക്കുവാണ്. അതായത് വല്യമ്മയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കപട സ്നേഹമാണെന്ന് നയനയ്ക്ക് മനസ്സിലാവാണ്. ഇത് കണ്ട് നവ്യയും വരുന്നുണ്ട്. എന്താ നീ എന്തെങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നേ? അവള് സംസാരിക്കുന്നത് ചേച്ചി കേട്ടോ? അമ്മയെക്കുറിച്ച് എത്ര മോശമായിട്ട് അവള് സംസാരിക്കുന്നേ. അപ്പോ എല്ലാ അഭിനയമാണ് അമ്മയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ. എന്നിട്ട് നീ എന്താ ഇത് അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുക്കാത്തെ? നീ വേഗം ചെല്ല്, അമ്മയെ വിളിച്ചിട്ട് വാ. ചേച്ചി അതൊന്നും വേണ്ട, നിനക്ക് വിളിക്കാൻ മടിയാണെങ്കിലേ ഞാൻ പോയി വിളിച്ചോളാം എന്നും പറഞ്ഞ് നവ്യ പോയി ദേവിയാനിയെ വിളിക്കുന്നുണ്ട്. അമ്മായി, അമ്മായി ഒന്ന് വാ, അമ്മായിക്കേ ഒരു കാര്യം കാണിച്ചു തരാം. എന്താ നവ്യെ, എന്താ കാര്യം? അടുപ്പിലുള്ളത് കരയും, അതൊന്നും കരയില്ല. അമ്മായി ഓഫ് ചെയ്തിട്ട് വാ, അവള് സംസാരിക്കുന്നതേ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നവ്യ വിളിച്ചോണ്ട് വരുന്നുണ്ട്. അങ്ങനെ അനാമിക ഇതൊക്കെ സംസാരിക്കുന്നത് നവ്യ ദേവിയാനിയെ വിളിച്ച് കാണിച്ചു കൊടുക്കാണ്. എന്നാ അനാമിക അമ്മയോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അമ്മേ, അന്ന് നമ്മള് പാലിന് വിഷം കലർത്തിയത് നവ്യക്കാണെങ്കിലും കുടിച്ചത് വല്യമ്മയാണല്ലോ. അപ്പൊ വല്യമ്മയുടെ ജീവൻ പോയിരുന്നെങ്കിലേ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് അനാമിക അമ്മയോട് പറയാ. ഇതെല്ലാം നമ്മുടെ ദേവിയാനി ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. ദേഷ്യത്തോടു കൂടി ദേവിയാനി നിന്ന് നോക്കാണ്. അനാമിക സംസാരിക്കുന്നതെല്ലാം ദേവിയാനി കേട്ടതിന് ശേഷം ദേവിയാനി അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അനാമിക പെട്ടെന്ന് ദേവിയാനി പുറകിൽ നിൽക്കുന്ന കാണുമ്പോ പേടിച്ചു വരച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ ദേവിയാനി ചോദിക്കുന്നുണ്ട്, അപ്പോ നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും അഭിനയാണ് അല്ലേടി? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയെ കണ്ടിരുന്നേ. ആ നീയാ എന്നോട് ഈ ചതി ചെയ്തത്. പാല് കൊടുത്ത കൈന് തന്നെ നീ കടിച്ചല്ലോ. നീയാണല്ലേ എനിക്ക് പാലിൽ വിഷം കലർത്തി തന്നത്. എന്തായാലും നിന്റെ പ്ലാനൊന്നും നടന്നില്ല. അതല്ലേ നീ നിന്റെ അമ്മയോട് പറഞ്ഞത്? ഞാൻ അത്ര വേഗമൊന്നും മരിക്കില്ലടി. നിനക്കൊക്കെ നല്ല പണി തന്നിട്ടേ ഇനി ഈ ദേവിയാനി ഇവിടെ വിട്ടു പോവുള്ളൂ. അതിനു മുൻപേ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യം എല്ലാവരോടും ഞാൻ പറയാം. അവരെന്ത് വേണേ തീരുമാനം എടുക്കട്ടെ. ഈ വീട്ടില് ഇത്രയും വലിയ ചതി ചെയ്തത് നീയാണെന്നറിഞ്ഞാല് ഞാനായിട്ട് നിന്നെ പുറത്താക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്റെ ഭർത്താവ് തന്നെ നിന്നെ പുറത്താക്കിക്കോളും എന്ന് ദേവിയാനി പറയുന്നുണ്ട്. അയ്യോ വല്യമ്മേ, ഞാൻ അബദ്ധത്തില് വല്യമ്മ, എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ. വല്യമ്മയെ കൊല്ലാനല്ല, ഞാന് നവ്യയ്ക്ക് വേണ്ടിയിട്ടാ ആ പാലില് വിഷം കലർത്തി വെച്ചത്. ആരെയാണെങ്കിലും കൊല്ലാൻ നോക്കിയത് നീയല്ലേ. നീ ഇനി ഒരു ന്യായീകരണവും ചെയ്യണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കോ. വല്യമ്മേ, ഇവളെ വെറുതെ വിടരുത്. വല്യമ്മ 4 കൊടുക്ക്. വല്യമ്മ എന്തിനാ ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നേ? നീ എന്നെ കൊല്ലാൻ നോക്കിയതാണ് അല്ലേടി? അതില് പാവം വല്യമ്മയാ വീണത്. ആ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നില്ലേ? എന്നിട്ട് നീ എന്റെ അനിയത്തിയല്ലേ കുറ്റക്കാരിയാക്കിയത്? പാലിന് വിഷം കലർത്തിയത് എന്റെ അനിയത്തിയെന്നല്ലേ നീ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നോക്കിയത്?